എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട ഈ സ്പെഷ്യൽ വീഡിയോയിലേക്ക് സ്വാഗതം. +1, +2 വിദ്യാർത്ഥികളുടെ മോഡൽ എക്സാമിനേഷൻ പൂർത്തിയായി കഴിഞ്ഞു. ചില സബ്ജക്റ്റുകളുടെയെങ്കിലും മോഡൽ എക്സാമിനേഷന്റെ ആൻസർ പേപ്പർ കറക്റ്റ് ചെയ്ത് കിട്ടി എന്ന് വിശ്വസിക്കുന്നു. ബാക്കിയുള്ള സബ്ജക്റ്റുകൾ തീർച്ചയായും ഈ ആഴ്ച കൊണ്ട് നിങ്ങൾക്ക് കിട്ടുവാനാണ് സാധ്യത. നിങ്ങൾ എന്തെഴുതി എത്ര മാർക്ക് ഓരോ സബ്ജക്റ്റിന് കിട്ടും എന്ന് അറിയാനുള്ള ഒരു അവസരമാണ് ഈ ആൻസർ പേപ്പർ നിങ്ങൾക്ക് ലഭിക്കുന്നതിൽ കൂടെ കിട്ടുന്നത്. തീർച്ചയായും ഈ ആഴ്ച സാധിക്കുമെങ്കിൽ സ്കൂളുകളിൽ പോവുക. നിങ്ങൾ എഴുതിയ മോഡൽ എക്സാമിനേഷന്റെ മാർക്ക് ഒന്ന് കണ്ട് മനസ്സിലാക്കുന്നത് നല്ലതാണ്. നമ്മൾ എവിടെ നിൽക്കുന്നു എന്ന് സ്വയം ഒരു തിരിച്ചറിവിനുള്ള അവസരം ലഭിക്കും. തീർച്ചയായും നമ്മുടെ അടുത്ത ലക്ഷ്യം പബ്ലിക് എക്സാമിനേഷൻ ആണ്. പ്രാക്ടിക്കൽ എക്സാമിനേഷൻ കഴിഞ്ഞു, മോഡൽ എക്സാമിനേഷൻ കഴിഞ്ഞു. തീർച്ചയായും പബ്ലിക് എക്സാമിനേഷൻ, അതാണ് നമ്മുടെ അന്തിമമായ ലക്ഷ്യം. മികച്ച വിജയം കണ്ടെത്തുക, അതായിരിക്കണം ലക്ഷ്യം. +1 വിദ്യാർത്ഥികളുടെയും +2 വിദ്യാർത്ഥികളുടെയും മോഡൽ എക്സാമിനേഷന് ശേഷം +1, +2 വിദ്യാർത്ഥികൾ എങ്ങനെ പഠിക്കണം, എന്ത് പഠിക്കണം, ഏതൊക്കെ രീതിയിൽ പഠിക്കണം തുടങ്ങിയ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പ്രധാനമായും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. തീർച്ചയായും +2 വിദ്യാർത്ഥികളുടെ എക്സാമിനേഷൻ മാർച്ച് മാസം 3-ാം തീയതി മുതൽ ആരംഭിക്കുകയാണ്. പതിവിൽ നിന്ന് വ്യത്യസ്തമായി ഈ വർഷം എല്ലാ എക്സാമിനേഷനും ആഫ്റ്റർനൂൺ ആണ്. എക്സെപ്റ്റ് ഇംഗ്ലീഷ്, +1 വിദ്യാർത്ഥികളുടെ ഇംഗ്ലീഷ് എക്സാമിനേഷൻ, +2കാരുടെ +1 ഇംപ്രൂവ്മെന്റ് എക്സാം ഇംഗ്ലീഷ് ഉണ്ടെങ്കിൽ അത് മാത്രമാണ് മോർണിംഗിൽ നടക്കുന്നത്. ബാക്കി എല്ലാ എക്സാമിനേഷനും ഉച്ചയ്ക്ക് ശേഷമാണ്. നോട്ട് ദ പോയിന്റ്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഉച്ചയ്ക്ക് ശേഷം നടക്കുന്നത്. സോ തീർച്ചയായും മാർച്ച് മാസം ആദ്യം +2കാരുടെ ഫസ്റ്റ് എക്സാമിനേഷൻ ഇംഗ്ലീഷ് എക്സാമിനേഷൻ ആണ്. പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. എന്നാൽ ഫസ്റ്റ് വീക്ക് ഏറ്റവും പ്രാധാന്യമുള്ള ഒരാഴ്ചയാണ്. തിങ്കളാഴ്ച ഇംഗ്ലീഷ് കഴിഞ്ഞാൽ ബുധനാഴ്ച അടുത്ത എക്സാം. എന്താണ് ബുധനാഴ്ച? ഫിസിക്സ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്. അത് കഴിഞ്ഞാൽ വെള്ളിയാഴ്ച ബയോളജി. ഒരൊറ്റ ദിവസത്തെ ഗ്യാപ്പേ ഉള്ളൂ ഈ രണ്ട് എക്സാമിനേഷനും. അത് കഴിഞ്ഞാൽ തൊട്ടടുത്ത തിങ്കളാഴ്ച 2 ദിവസത്തെ ഗ്യാപ്പിന് ശേഷം നിങ്ങൾക്ക് എന്താണ്? കെമിസ്ട്രി എക്സാമിനേഷൻ. 4 എക്സാമിനേഷൻ കഴിയുകയാണ് 7 ഡേയ്സ് കൊണ്ട്. സോ തീർച്ചയായും ഈ 4 സബ്ജക്റ്റുകളായിരിക്കണം ഈ ഒരാഴ്ച നിങ്ങൾ തഹവായി പഠിക്കുവാനുള്ളത്. +2കാരുടെ കാര്യമാണ്. +1കാരുടെ സ്റ്റഡി പ്ലാൻ പിന്നാലെ പറയുന്നതാണ്. അപ്പോൾ ഈ 4 സബ്ജക്റ്റും കൃത്യമായ പ്ലാനിങ്ങോടുകൂടി ഈ വെള്ളിയാഴ്ചക്കുള്ളിൽ, ഈ ഫ്രൈഡേക്കുള്ളിൽ പഠിച്ച് പൂർത്തീകരിക്കുക. ഒരു ദിവസം തന്നെ എല്ലാ സബ്ജക്റ്റും പഠിക്കണമെന്നില്ല, നിങ്ങളുടെ ഇഷ്ടമാണ്. ഒന്നുകിൽ ഒരു ദിവസം ഒരു സബ്ജക്റ്റ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ 3 സബ്ജക്റ്റും കുറച്ച് ഓരോ ദിവസം പഠിക്കുക. എന്തായാലും നെക്സ്റ്റ് 5 or 6 ഡേയ്സ് കൊണ്ട് ഈ 3 സബ്ജക്റ്റും, പ്രധാനമായിട്ടും ഫിസിക്സ്, ബയോളജി, കെമിസ്ട്രി, ഈ 3 സബ്ജക്റ്റും മാക്സിമം പഠിക്കുക. അതിൽ തന്നെ കെമിസ്ട്രിക്ക് ഒരു ദിവസം കൂടുതലുണ്ട്. അപ്പോൾ കൂടുതൽ പ്രാധാന്യത്തോടുകൂടി ഈ സമയം പഠിക്കാനുള്ളത് ഫിസിക്സ് സബ്ജക്റ്റും അതുപോലെ തന്നെ ബയോളജി സബ്ജക്റ്റുമാണ്. മാത്തമാറ്റിക്സിനെ കുറിച്ച് തൽക്കാലം ചിന്തിക്കുകയേ വേണ്ട. സോ ഈ ആഴ്ച പിന്നെ എന്താണ്? ഇംഗ്ലീഷും ഇപ്പൊ തൽക്കാലം പഠിക്കണ്ട. കാരണം ഇംഗ്ലീഷ് പഠിക്കാൻ അവസാനത്തെ 2 ദിവസം മതി. സാറ്റർഡേ സൺഡേ ഒന്ന് കാര്യമായിരുന്നാൽ നമുക്ക് തീർച്ചയായിട്ടും ഇംഗ്ലീഷ് സബ്ജക്റ്റ് പഠിച്ചു ചേർത്ത് തിങ്കളാഴ്ച ഇംഗ്ലീഷ് എക്സാം എഴുതാം. അതിനുശേഷം ഒരു ദിവസത്തെ ഗ്യാപ്പ് കഴിയുമ്പോൾ ഫിസിക്സ് ആണ്. ആ ഫിസിക്സ് എക്സാമിനേഷന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ ഈ ഒരാഴ്ച കംപ്ലീറ്റ് ചെയ്യുക. ഈ ഒരാഴ്ച കൊണ്ട് ഫിസിക്സിലെ കംപ്ലീറ്റ് പോർഷനും ഒരു റൗണ്ട് മിനിമം പഠിച്ച് പൂർത്തീകരിക്കുക. ഇതൊന്ന് റിവൈസ് ചെയ്യാനുള്ള സമയം മാത്രമേ ഫിസിക്സ് എക്സാമിനേഷന് തൊട്ട് മുന്നേ കിട്ടുകയുള്ളൂ. അതുപോലെ തന്നെ ബയോളജി എക്സാമിനേഷന്റെയും കംപ്ലീറ്റ് കാര്യങ്ങൾ ഈ ആഴ്ച പഠിച്ചു തീർക്കുക. കെമിസ്ട്രി കുറച്ചൊക്കെ പഠിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. കാരണം 2-2.5 ദിവസം വരെ നമുക്ക് കെമിസ്ട്രി എക്സാമിനേഷന് മുന്നേ കിട്ടും. അതുകൊണ്ട് അതിന്റെ ടെൻഷൻ ആവശ്യമില്ല. കെമിസ്ട്രി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു നീണ്ട ഗ്യാപ്പാണ്. 7 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്ദുചൂടൻ വരുന്നു എന്ന് പറഞ്ഞതുപോലെ മാത്തമാറ്റിക്സ് സബ്ജക്റ്റ് വരുന്നു. മതി ഫുൾ മാർക്ക് സ്കോർ ചെയ്യുവാൻ. തീർച്ചയായും ചില കുട്ടികളെന്ന് ചോദിക്കും, 7 ദിവസത്തെ ഗ്യാപ്പില്ലേ, അപ്പൊ ഇംപ്രൂവ്മെന്റിന് വേണ്ടി പഠിക്കണ്ടേ? തീർച്ചയായും ഫിസിക്സ്, മാത്സ്, ഇംഗ്ലീഷ് വിഷയങ്ങൾ ഇംപ്രൂവ്മെന്റ് ചെയ്യുന്നവർ, +2 പരീക്ഷ കഴിയുന്നവരെ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട. നോട്ട് ദ പോയിന്റ്. ഫിസിക്സ്, മാത്സ്, ഇംഗ്ലീഷ് ഇംപ്രൂവ്മെന്റ് ചെയ്യുന്ന കുട്ടികൾ ഇംപ്രൂവ്മെന്റ് എക്സാമിനേഷനെ കുറിച്ച് +2 എക്സാമിനേഷൻ കഴിയുന്നത് വരെ ചിന്തിക്കേണ്ട. കാരണം എല്ലാ എക്സാമിനേഷനും +2 കഴിഞ്ഞതിന് ശേഷമാണ് ഈ 3 സബ്ജക്റ്റിന്റെ ഇംപ്രൂവ്മെന്റ്. സഫീഷ്യന്റ് ആയ ടൈം നിങ്ങൾക്ക് ഇംപ്രൂവ്മെന്റിന് വേണ്ടി പഠിക്കുവാനും കിട്ടും. അപ്പോൾ തീർച്ചയായും മാത്തമാറ്റിക്സിന്റെ ആ സമയം ഈ സബ്ജക്റ്റ് മാത്രം ഇംപ്രൂവ്മെന്റ് ചെയ്യുന്നവർ ആ 7 ദിവസം കൊണ്ട് മാത്സ് തറവാക്കി പഠിക്കുക. ഫുൾ മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ സാധിക്കും. അതിനുവേണ്ടിയുള്ള ക്ലാസ്സുകൾ ഓൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഡീറ്റെയിൽഡ് ക്ലാസ് കണ്ട് ഓരോ ചാപ്റ്ററിന്റെയും ഓരോ പോർഷനും ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കിയാൽ ഫുൾ മാർക്ക് 100% ഉറപ്പാണ്. ഓൾറെഡി അത് പഠിച്ചു കഴിഞ്ഞവർക്ക് റിവിഷൻ ക്ലാസ് കാണാം. ഇനി കാര്യമായി ഇതുവരെ പഠിക്കാത്ത കുട്ടികൾക്ക് പെട്ടെന്ന് പഠിക്കാൻ ഷുവർ ക്വസ്റ്റ്യൻ സീരീസ് കാണാം. ഇതെല്ലാം കണ്ടു പഠിക്കുന്നതിനപ്പുറം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കൂടെ പ്രാക്ടീസ് ചെയ്യാം. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറഞ്ഞാൽ 2021, 22, 23 അല്ല,
2017, 2018, 2019, 2020, 2024 ഈ 5 ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കണം നമ്മുടെ ലക്ഷ്യം. ഈ 5 ക്വസ്റ്റ്യൻ പേപ്പർ പ്രാക്ടീസ് ചെയ്യുക. ഈ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ നിലവാരമുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കാൻ സാധ്യത. ഓൾറെഡി ഈ വർഷത്തെ ബയോളജി സയൻസുകാരുടെയും കൊമേഴ്സുകാരുടെയും ഒക്കെ മോഡൽ എക്സാമിനേഷന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഡിസ്കഷൻ കഴിഞ്ഞു. ആ വീഡിയോ ക്ലാസ്സുകളൊക്കെ കണ്ട് ഓരോ ചാപ്റ്ററിന്റെ വെയിറ്റേജ് മനസ്സിലാക്കുക, ഓരോ ചാപ്റ്ററിൽ ഏത് പോർഷനാണ് കൂടുതൽ വെയിറ്റേജ് എന്ന് മനസ്സിലാക്കുക, ഇമ്പോർട്ടന്റ് ആയ പോർഷൻസ് ഏതൊക്കെയെന്ന് മനസ്സിലാക്കുക. മാത്സ് മാത്രമല്ല എല്ലാ സബ്ജക്റ്റും. തീർച്ചയായും മാത്സ് കഴിഞ്ഞാൽ പിന്നെ ഒരു ദിവസത്തെ ഇടവേള കഴിഞ്ഞാൽ സെക്കൻഡ് ലാംഗ്വേജ്. ആ ഒരു ദിവസം മതി നമുക്ക് സെക്കൻഡ് ലാംഗ്വേജ് പഠിക്കാൻ. അപ്പോൾ സെക്കൻഡ് ലാംഗ്വേജ് എക്സാമിനേഷൻ മാർച്ച് മാസം 19-ാം തീയതിയാണ്. 19 കഴിഞ്ഞാൽ ബയോളജി എക്സാമിനേഷൻ ഇംപ്രൂവ്മെന്റ് ചെയ്യുന്ന കുട്ടികൾക്കാണ് ഏറ്റവും പണി. 19 കഴിഞ്ഞാൽ തൊട്ടടുത്ത ദിവസം 20-ാം തീയതി കെമിസ്ട്രി സബ്ജക്ട് 20-ാം തീയതി ബയോളജി സബ്ജക്റ്റിന്റെ ഇംപ്രൂവ്മെന്റ് എക്സാം ആണ്. അപ്പോൾ അവരെന്ത് ചെയ്യണം? ബയോളജി ഇംപ്രൂവ്മെന്റ് ചെയ്യുന്നവർ തീർച്ചയായും ഈ ആഴ്ചയിൽ ഒരു ദിവസം ബയോളജി പഠിക്കുവാൻ, +1 ബയോളജി പഠിക്കുവാൻ മാറ്റിവെക്കുക. ബയോളജി ഇംപ്രൂവ്മെന്റ് ചെയ്യുന്നവർ. അല്ലാത്തവർക്ക് യാതൊരു ടെൻഷന്റെ ആവശ്യമില്ല. 19-ാം തീയതി കഴിഞ്ഞാൽ പിന്നെ 22-ാം തീയതിയാണ് ഫിസിക്സ് എക്സാമിനേഷൻ ഇംപ്രൂവ്മെന്റ്. 3 ദിവസത്തെ ഗ്യാപ്പ് ഉണ്ട്. ആ 3 ദിവസം കൊണ്ട് പഠിച്ചു തീർക്കാവുന്നേ ഉള്ളൂ. 22-ാം തീയതി കഴിഞ്ഞാൽ വീണ്ടും ഒരു 2 അല്ലെങ്കിൽ 3 ദിവസത്തെ ഗ്യാപ്പ്. 25-ാം തീയതിയാണ് മാത്സ് ഇംപ്രൂവ്മെന്റ്. മാത്സ് ഇംപ്രൂവ്മെന്റ് ചെയ്യുന്നവർ വിഷമിക്കേണ്ട കാര്യമില്ല. +2 പഠിച്ചു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒത്തിരി കോൺസെപ്റ്റുകൾ നമ്മുടെ മനസ്സിൽ പതിയും. ട്രിഗണോമെട്രി ആയാലും അതുപോലെ തന്നെ റിലേഷൻ ആൻഡ് ഫംഗ്ഷൻ സെറ്റ്, ഈ ചാപ്റ്ററിന്റെ ഒക്കെ ഒരു ബേസ് എന്ന് പറയുന്നത് സെക്കൻഡ് ഇയർ നമ്മൾ പഠിക്കുന്നതാണ്. ഡിഫറൻസിയേഷൻ ബേസ് സെക്കൻഡ് ഇയർ പഠിക്കുന്നുണ്ട് അല്ലേ? പരാബോള, എലിപ്സ്, ഇതിനെ കുറിച്ചൊക്കെ സെക്കൻഡ് ഇയർ വീണ്ടും പല സ്ഥലത്ത് പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ +1 ഇംപ്രൂവ്മെന്റ് എക്സാമിനേഷൻ മാത്തമെറ്റിക്സ് സബ്ജക്ട് ചെയ്യുമ്പോൾ +2കാർക്ക് കുറച്ചുകൂടെ ഈസി ആകാനാണ് സാധ്യത. തീർച്ചയായും ആ 3 ദിവസം കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാത്തമെറ്റിക്സ് സബ്ജക്ട് പഠിക്കാൻ പറ്റും. +1 ഇംപ്രൂവ്മെന്റ് എക്സാമിനേഷൻ ആവശ്യമായ എല്ലാ കാര്യങ്ങളും ഓൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കണ്ട് മനസ്സിലാക്കാം. +1 റെഗുലർ വിദ്യാർത്ഥികളുടെ അതേ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇംപ്രൂവ്മെന്റ് എക്സാമിനേഷൻ ചോദിക്കുന്നത്. അല്ലാതെ ഇംപ്രൂവ്മെന്റ് എക്സാമിനേഷൻ ആണ് പിള്ളേർക്ക് മാർക്ക് കിട്ടിക്കോട്ടെ അതുകൊണ്ട് സിമ്പിൾ ആക്കി കളയാം, അങ്ങനെ തെറ്റിദ്ധാരണയൊന്നും വേണ്ട. ഈ വർഷത്തെ +1 റെഗുലർ വിദ്യാർത്ഥികൾ എഴുതുന്ന അതേ ക്വസ്റ്റ്യൻ പേപ്പറാണ് +1 ഇംപ്രൂവ്മെന്റ് എക്സാമിനേഷനും ചോദിക്കുന്നത്. സോ തീർച്ചയായും 25-ാം തീയതി മാത്സ് എക്സാമിനേഷൻ കഴിഞ്ഞാൽ വീണ്ടും ഒരു 4 ദിവസത്തെ ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് ഇംഗ്ലീഷ് എക്സാമിനേഷൻ. അത് രാവിലെയാണ്. സോ ഇംഗ്ലീഷ് എക്സാമിനേഷൻ ഇംപ്രൂവ്മെന്റ് ചെയ്യുന്നവർ ഇപ്പോൾ ചിന്തിക്കേണ്ട ഒന്നിനെ കുറിച്ചും, മാത്സുകാരും ഒന്നും ചിന്തിക്കേണ്ട. നിങ്ങൾക്ക് സഫീഷ്യന്റ് ടൈം ആഫ്റ്റർ +2 എക്സാമിനേഷൻ കിട്ടും. തീർച്ചയായും +2 എക്സാമിനേഷൻ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് ഇംപ്രൂവ്മെന്റ് എക്സാമിനേഷൻ കൂടെ ഫലപ്രദമായി എഴുതി പൂർത്തീകരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ടൈം ടേബിൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ആദ്യത്തെ ആഴ്ച അല്ലെങ്കിൽ ഫസ്റ്റ് 7 ഡേയ്സ് കൊണ്ട് 4 എക്സാമിനേഷൻ എഴുതേണ്ടി വരുന്നത്. ഓരോ ദിവസത്തെ ഗ്യാപ്പേ ഉള്ളൂ. പക്ഷേ എക്സാമിനേഷന് മുന്നേ ഈ ഒരാഴ്ച നിങ്ങൾക്ക് ഒരു സ്റ്റഡി ലീവ് ഉണ്ട്. ഈ സ്റ്റഡി ലീവ് ഫലപ്രദമായി നിങ്ങൾ ഉപയോഗിക്കുക, വിനിയോഗിക്കുക. കൃത്യമായ സ്റ്റഡി പ്ലാൻ നിങ്ങൾ തയ്യാറാക്കുക. നിങ്ങളുടെ സ്റ്റഡി പ്ലാൻ നിങ്ങൾക്കേ തയ്യാറാക്കാൻ പറ്റൂ, അല്ലാതെ നമുക്ക് തയ്യാറാക്കാൻ പറ്റത്തില്ല. നിങ്ങളുടെ കപ്പാസിറ്റി, നിങ്ങളുടെ സ്ട്രെങ്ത്, നിങ്ങളുടെ വീക്ക്നെസ് അത് നിങ്ങൾക്കേ അറിയൂ. ഏത് സബ്ജക്റ്റാണ് നിങ്ങൾക്ക് കൂടുതൽ ഡിഫിക്കൽറ്റി, ആ സബ്ജക്റ്റിന് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് കൂടുതൽ സമയം കണ്ടെത്തുക. ആ രീതിക്ക് സ്റ്റഡി പ്ലാൻ അറേഞ്ച് ചെയ്യുക. നെക്സ്റ്റ്, ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ +1 പബ്ലിക് എക്സാമിനേഷൻ മാർച്ച് മാസം 6-ാം തീയതിയാണ് ആരംഭിക്കുന്നത്. അതായത് ഒരു നീണ്ട ഇടവേള ഇപ്പോൾ സ്റ്റഡി ലീവ് ആയിട്ടുണ്ട് അല്ലേ? നമ്മുടെ +2കാർക്ക് 7 ദിവസമാണെങ്കിൽ നിങ്ങൾക്ക് 10 ദിവസം സ്റ്റഡി ലീവ് കിട്ടുകയാണ്. അപ്പോൾ നിങ്ങളുടെ ലക്ഷ്യം വളരെ സിമ്പിളാണ്. ആദ്യത്തെ എക്സാമിനേഷൻ സെക്കൻഡ് ലാംഗ്വേജ് ആണ്. പരീക്ഷയുടെ 2 ദിവസം മുന്നേ പഠിച്ചു തുടങ്ങിയാൽ മതി. അതായത് ഒരു വ്യാഴാഴ്ച ദിവസമാണ് സെക്കൻഡ് ലാംഗ്വേജ്. ചൊവ്വ, ബുധൻ ദിവസം ധാരാളം. ഇതുവരെ പുസ്തകം തുറക്കാത്തവർക്കും സെക്കൻഡ് ലാംഗ്വേജ് വിഷയത്തിൽ ഫുൾ മാർക്ക് കിട്ടും. അപ്പോൾ ബാക്കിയുള്ള 9 ദിവസം ഇവിടെ കിടക്കുകയാണ് അല്ലേ? ഈ 9 ദിവസം എന്ത് പഠിക്കണം? അടുത്ത സെക്കൻഡ് ലാംഗ്വേജ് കഴിഞ്ഞാൽ വീണ്ടും ഒരു നീണ്ട ഗ്യാപ്പാണ്. 6 ദിവസത്തിന് ശേഷം അല്ലെങ്കിൽ ഏകദേശം 8 ദിവസത്തിന് ശേഷം മാർച്ച് മാസം 15-ാം തീയതിയാണ് കെമിസ്ട്രി എക്സാം. അപ്പോൾ ഇവിടെ ഒരു 9 ദിവസമുണ്ട്, അവിടെ ഒരു 8 ദിവസമുണ്ട്. അപ്പോൾ കെമിസ്ട്രി എക്സാമിനേഷന് മുന്നേ 3-4 ദിവസം അതിനുവേണ്ടി മാത്രം പഠിക്കാം. ഇവിടുത്തെ 9 ഏകദേശം 10-14 ദിവസം വീണ്ടും നിങ്ങൾക്ക് തുടക്കത്തിൽ തന്നെ കിട്ടുകയാണ്. ആ ദിവസങ്ങളിൽ എന്ത് ചെയ്യുക? മാത്തമെറ്റിക്സ് സബ്ജക്റ്റ്, ഫിസിക്സ്, ബയോളജി തുടങ്ങിയ വിഷയങ്ങൾ പഠിക്കുക. ഇതുവരെ കാര്യമായി പഠിക്കാത്തവർക്ക് ഇനി പഠിച്ചു തുടങ്ങിയാൽ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. മാത്സിന്റെ ഒക്കെ ഡീറ്റെയിൽഡ് ക്ലാസ് കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കുക, കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കുക. ഒത്തിരി സമയം +1 വിദ്യാർത്ഥികൾക്കുണ്ട്. കാരണം +2കാർക്ക് നിങ്ങളുടെ ഒപ്പം എത്തുന്നതിന് വേണ്ടിയാണ് മാക്സിമം ഡിലേ ചെയ്ത് ഏറ്റവും ലേറ്റ് ആക്കിയാണ് +1കാരുടെ പബ്ലിക് എക്സാമിനേഷൻ നടക്കുന്നത്. 6-ാം തീയതി ഒരു എക്സാമിനേഷൻ കഴിഞ്ഞാൽ അടുത്ത് 15-ാം തീയതിയേ ഉള്ളൂ. ചുരുക്കി പറഞ്ഞാൽ മാർച്ച് മാസം 15-ാം തീയതിയാണ് പരീക്ഷ തുടങ്ങുന്നത്. യഥാർത്ഥത്തിൽ സെക്കൻഡ് ലാംഗ്വേജ് നമ്മളൊരു വിഷയമായി കണക്കാക്കിയിട്ടില്ലല്ലോ.
അല്ലേ? അത് ഫുള്ള് കിട്ടുന്ന ഒരു സബ്ജക്റ്റ് ആണ്. സോ മാർച്ച് മാസം 15-ാം തീയതി നിങ്ങൾക്ക് കെമിസ്ട്രി കഴിഞ്ഞാൽ 5 ദിവസത്തെ ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് അടുത്ത ബയോളജി കഴിഞ്ഞാൽ പിന്നെ ഗ്യാപ്പ് ഒന്നുമില്ല, ചടപടയുന്ന എക്സാം ആണ്. ഒറ്റ ദിവസത്തെ ഗ്യാപ്പേ ഉള്ളൂ ഫിസിക്സ്. അതിന് മുന്നേ ഒരുപാട് ഗ്യാപ്പ് കിട്ടിയില്ലേ? അവിടെ ഫിസിക്സ് നേരത്തെ തയ്യാറെടുപ്പ് നടത്തുക. 22-ാം തീയതി മാത്സ് ഫിസിക്സ് കഴിഞ്ഞാൽ 2 ദിവസത്തെ ഗ്യാപ്പ് ഉണ്ട്. 23, 24, 25-ാം തീയതിയാണ് മാത്സ് എക്സാമിനേഷൻ. ആ ദിവസം കൊണ്ട് റിവൈസ് ചെയ്യാൻ വളരെ ഈസിയാണ്, സാധിക്കും. പക്ഷെ നേരത്തെ പഠിച്ചു തുടങ്ങണം. നെക്സ്റ്റ് ഇംഗ്ലീഷിന് 3 ദിവസത്തിൽ കൂടുതൽ ഗ്യാപ്പ് ഉണ്ട്. അതിനെക്കുറിച്ച് ഇപ്പോൾ തൽക്കാലം ചിന്തിക്കേണ്ട ആവശ്യമില്ല. ആ ഗ്യാപ്പിൽ മാത്രം പഠിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾ ഇപ്പോഴത്തെ സ്റ്റഡി ടൈമിൽ പഠിക്കേണ്ടത് ബയോളജി, ഫിസിക്സ്. ബയോളജിക്കും കുഴപ്പമില്ല, നല്ലൊരു ഗ്യാപ്പ് ഉണ്ട്. ഫിസിക്സ്, മാത്സ് സബ്ജക്റ്റുകളാണ് കൂടുതൽ പ്രാധാന്യത്തോടു കൂടി പഠിക്കേണ്ടത്. ഈ ആഴ്ചയും നെക്സ്റ്റ് വീക്കിലും 1-2 ദിവസം നിങ്ങൾ എന്താണ് പ്രാധാന്യം കൊടുക്കേണ്ടത്? ഫിസിക്സ് സബ്ജക്റ്റും മാത്സ് സബ്ജക്റ്റും ഒരു റൗണ്ട് കംപ്ലീറ്റ് പഠിച്ച് പൂർത്തീകരിക്കുക. ടെക്സ്റ്റ് ബുക്കിലെ കംപ്ലീറ്റ് പോർഷൻസ് പഠിക്കുക. എന്നിട്ട് എക്സാമിനേഷൻ തൊട്ട് മുന്നേയുള്ള 2 ദിവസം റിവൈസ് ചെയ്താൽ മികച്ച സ്കോർ കണ്ടെത്താൻ സാധിക്കും. +1-ൽ നഷ്ടപ്പെടുന്ന മാർക്ക് പിന്നെ തിരിച്ചെടുക്കാൻ പറ്റില്ല. ഇംപ്രൂവ്മെന്റ് എക്സാമിനേഷൻ അടുത്ത വർഷം മാർച്ചിലാണ് നടക്കുന്നത്. എല്ലാം മറന്നുപോകും. അതുകൊണ്ട് ഇംപ്രൂവ്മെന്റ് ഉണ്ടാകാതെ ഈ വർഷം തന്നെ നിങ്ങളുടെ പരീക്ഷകൾക്ക് മാക്സിമം ഇംപ്രൂവ്മെന്റ് ഉണ്ടാകുന്ന രീതിയിൽ കൂടുതൽ എഫർട്ട് എടുത്ത് മികച്ച രീതിയിൽ പരീക്ഷകൾ എഴുതുക. +1 വിദ്യാർത്ഥികൾക്കും +2 വിദ്യാർത്ഥികൾക്കും എല്ലാ എക്സാമിനേഷനും മികച്ച രീതിയിൽ എഴുതി പൂർത്തീകരിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. +2 വിദ്യാർത്ഥികളെ സഹായിക്കാൻ വേണ്ടി ഒരു ടെലഗ്രാം ഗ്രൂപ്പും +1 വിദ്യാർത്ഥികളെ സഹായിക്കാൻ വാട്സ്ആപ്പ് ഗ്രൂപ്പും ഉണ്ട്. തീർച്ചയായും നിങ്ങൾക്ക് അത് ജോയിൻ ചെയ്യാം. തികച്ചും സൗജന്യമാണ്. മാത്തമെറ്റിക്സ് ക്ലാസ്സുകളും PDF നോട്ട്സും ടെസ്റ്റ് പേപ്പർ സീരീസും എല്ലാം ആ ഗ്രൂപ്പിൽ കൂടെ നൽകുന്നതായിരിക്കും. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. നെക്സ്റ്റ് ഡേ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് ക്ലാസ്. ടിൽ ദെൻ, ബൈ ബൈ.